വലിയവനായ ദൈവം നിസ്സാരരായ മനുഷ്യരോട്, നമ്മോട് ഓരോരുത്തരോടും ദൈവത്തിന് ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ട് താല്പര്യമുണ്ട് എന്നുള്ളത് എത്ര ആശ്ചര്യകരമായ ഒരു കാര്യമാണ്. വലിയവനായ ദൈവത്തിന്, സകലത്തെയും സൃഷ്ടിച്ച ദൈവത്തിന് നമ്മോട് ഓരോരുത്തരോടും ഒരു വ്യക്തിപരമായ ബന്ധം ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ ദൈവത്തിന്റെ വലിപ്പത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ ഈ കഴിഞ്ഞിടെ സ്പേസിലൊക്കെ പോയി അവിടെ കുടുങ്ങിയിരുന്ന ആളുകൾ താഴേക്ക് വരുന്നതിനെ കുറിച്ചുമൊക്കെയുള്ള ആ യാത്രാ വിവരണങ്ങളും അവരുടെ വീഡിയോസും ഒക്കെ കാണുമ്പോൾ ആ ഔട്ടർ സ്പേസ് ഗാലക്സികൾ, ആ ഗുരുത്വാകർഷത്തിനപ്പുറത്തേക്ക് മനുഷ്യൻ തന്റെ റോക്കറ്റിനെ വിട്ട് അവിടെ ഒരു സ്പേസ് സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെ മനുഷ്യൻ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ മധ്യത്തിൽ അവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ ഈ ഗോളങ്ങളും ഒരു ഗാലക്സിയും ഇതുമൊക്കെ കാണുമ്പോൾ ദൈവം എത്ര വലിയവനാണ്, ദൈവത്തിന്റെ സൃഷ്ടി എത്ര വലുതാണ് എന്നുള്ള കാര്യം, ദൈവത്തിന്റെ വലിപ്പത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇപ്പൊ ഞാൻ ഇവിടെ കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും ഒക്കെ ഉണ്ടല്ലോ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ വാച്ച് ഉണ്ടായത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അതായത് ഒരു ദിവസം പെട്ടെന്ന് ഒരു പൊട്ടിത്തെറി ഉണ്ടായപ്പോ കുറെ ഗ്ലാസ് കഷ്ണങ്ങളും മെറ്റൽ കഷ്ണങ്ങളും അതെല്ലാം കൂടെ ഇങ്ങനെ ചേർന്ന് വന്ന് അതൊരു വാച്ചായി രൂപാന്തരപ്പെട്ടു. അങ്ങനെ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കുവോ? നിങ്ങൾ പറയും, അത് എങ്ങനെയാ അങ്കിളെ, അതെങ്ങനെയാ ശരിയാവുന്നേ? ഈ ഒരു വാച്ച് ഇങ്ങനെ പൊട്ടിത്തെറിയിലൂടെ ഇതിന്റെ ഭാഗങ്ങളൊക്കെ ഒന്നിച്ചു വന്ന് ഇങ്ങനെ ജോയിൻ ചെയ്ത് അതൊരു വാച്ചാകുമോ? അതൊരിക്കലും ഇല്ല. ഈ വാച്ച് എവിടെയാണ്? ഒരു ഫാക്ടറിയിൽ ഒരു മനുഷ്യൻ അത് ഡിസൈൻ ചെയ്ത് ഈ വാച്ച് ഉണ്ടാക്കിയതാണ്, അല്ലേ? നിങ്ങൾക്ക് അതിനകത്ത് യാതൊരു സംശയവുമില്ല. പക്ഷേ ഇവിടെ ഈ ലോകത്ത് ബുദ്ധിമാന്മാരെന്ന് പറയുന്ന ആളുകൾ ഇത്ര വലിയ ദൈവത്തിന്റെ സൃഷ്ടി, ഒരു ചെറിയ വാച്ച് നമുക്ക് ഒരു മനുഷ്യൻ അതിന്റെ പുറകിലുണ്ട്, ഒരു ഡിസൈനർ അതിന്റെ പുറകിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ലെങ്കിൽ, എന്നിട്ടും പല മനുഷ്യരും പറയുന്നത് ഈ ലോകം, മനുഷ്യരൊക്കെ ഒരു പൊട്ടിത്തെറിയിലൂടെ ഉണ്ടായതാണ്. ലോകം തുടങ്ങിയത് ഒരു പൊട്ടിത്തെറിയിലൂടെയാണ്. ബിഗ് ബാങ് തിയറി എന്നൊക്കെ പറയും, അങ്ങനെയാണ് ഉണ്ടായത്. അപ്പം നമ്മുടെ നമ്മെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക, എത്ര ആശ്ചര്യകരമാണ് നമ്മുടെ സൃഷ്ടി. ഈ വലിയവനായ ദൈവം നമ്മോടൊരു ബന്ധം സ്ഥാപിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും, ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ, മുതിർന്നവരെ, നമ്മെ ഓരോരുത്തരെയും ദൈവം വ്യക്തിപരമായി സ്നേഹിച്ചു. ആ ദൈവത്തിന്റെ സ്നേഹം ദൈവം പ്രകടിപ്പിച്ചത് എങ്ങനെയാണ്? തന്റെ ഏകജാതനായ പുത്രനെ നമുക്കായിട്ട് യാഗമായിട്ട് അവനെ നൽകി. അല്ലെങ്കിൽ നമുക്ക് പറയാം, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ജീവൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവം പ്രാപിക്കേണ്ടതിന് ദൈവം ആ യേശുവിനെ എന്ന് പറയുമ്പോൾ യേശുവിന്റെ ജീവനും യേശുവിന്റെ ജീവിതവും നമുക്ക് വേണ്ടി നൽകി. ഈ ഭൂമിയിലേക്ക് വന്ന് യേശു പാപമില്ലാതെ ജീവിച്ചു. കാൽവറി ക്രൂശിൽ തന്റെ ജീവനെ വെടിഞ്ഞ് നമുക്കായിട്ട് കർത്താവ് യാഗമായി തീർന്നു. അങ്ങനെ ദൈവം നിന്നെ, നമ്മെ ഓരോരുത്തരെയും ദൈവം സ്നേഹിച്ചു. അപ്പോ ഈ വലിയവനായ ദൈവത്തിന് നമ്മോട് ഒരു ബന്ധം സ്ഥാപിക്കുവാനായിട്ട് താല്പര്യമുണ്ട്. നമ്മൾ ഈ ദൈവത്തെക്കുറിച്ച്, നമ്മെ സൃഷ്ടിച്ചതിനെ കുറിച്ച് നമ്മൾ സങ്കീർത്തനം 139 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു, ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. എത്ര അതിശയകരമായിട്ടാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഈ തരത്തിൽ ദൈവത്തിൽ വിശ്വസിക്കാത്ത ആളുകളൊക്കെ പല രീതിയിൽ പറയുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഒരു ഓർമ്മയുണ്ടാവണം, ദൈവം എത്ര വലിയവനാണ്, ദൈവം എന്നെ സൃഷ്ടിച്ചവനാണ്, ദൈവമാണ് എല്ലാറ്റിൻ്റെയും പുറകിലുള്ളത്, ദൈവം വലിയവനാണ് എന്നുള്ളൊരു ബോധ്യം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴമായിട്ട് നിങ്ങൾക്കുണ്ടാവണം. നിങ്ങൾ നമ്മുടെ സാക് ബ്രദർ എഴുതിയ അമേസിംഗ് ഫാക്ട്സ്, അത്ഭുതകരമായ സത്യങ്ങൾ എന്ന് പറഞ്ഞ ഒരു ചെറിയ ബുക്കുണ്ട്. അത് നിങ്ങളെ ചെറുപ്പക്കാരെല്ലാവരും അത് വായിക്കണം. നിങ്ങളത് വായിച്ചിട്ടുണ്ടോ? അതിനകത്ത് ഈ
ഗോളങ്ങളെക്കുറിച്ചും നമ്മുടെ ശരീരത്തെക്കുറിച്ചും ഒക്കെ ദൈവം എങ്ങനെയാണ് നമ്മെ സൃഷ്ടിച്ചത് എന്നതിനെക്കുറിച്ചൊക്കെ അവിടെ അത്ഭുതകരമായ പല കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അതിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെക്കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഹൃദയത്തെയും രക്തക്കുഴലുകളെയും നോക്കൂ. അവ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് വരെ നമ്മൾ അവയെക്കുറിച്ച് ചിന്തിക്കാറില്ല. എന്നാൽ ദൈവം നമ്മുടെ ശരീരത്തിനുള്ളിൽ വെച്ചിരിക്കുന്ന ആ ഹൃദയം എല്ലാ വർഷവും 40 ദശലക്ഷം തവണ മിടിക്കുന്നു. യാതൊരു ലൂബ്രിക്കേഷനും കൂടാതെ, ഒരു അവധിക്കാലവും എടുക്കാതെ, നിങ്ങൾ അത് തിരിച്ചറിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ ഹൃദയം ഇന്നലെ നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ 1,00,000 തവണ ഹൃദയം മിടിച്ചു. നിങ്ങളുടെ തലയിൽ നിന്ന് 1,00,000 കിലോമീറ്റർ രക്തക്കുഴലുകളിലൂടെ രക്തം പമ്പ് ചെയ്ത് കേടായതും മോശമായതുമായ കോശങ്ങൾക്ക് പകരമായി നിങ്ങളുടെ ശരീരം ഇന്നലെ മാത്രം 172 ബില്യണിലധികം ചുവന്ന രക്താണുക്കളെ ഉൽപ്പാദിപ്പിച്ചു. ഇന്ന് നാം ജീവിച്ചിരിക്കുന്നത് ഒരു അത്ഭുതമല്ലേ? എത്ര എത്ര അത്ഭുതകരമായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ വലിയവനായ ദൈവം നമ്മോട് ഒരു റിലേഷൻഷിപ്പ്, ഒരു ബന്ധത്തിലേക്ക് വരാനായിട്ട് താല്പര്യപ്പെടുന്നു. അപ്പോൾ ഈ ഒരു ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം അതൊരു നമുക്ക് അത് ഒരു ശരിയാവണ്ണമുള്ള ഒരു ബന്ധത്തിൽ നമ്മൾ തുടങ്ങണം. തുടങ്ങിയില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. പല ആളുകൾക്കും അവരുടെ ക്രിസ്തീയ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ അവരുടെ ക്രിസ്തീയ ജീവിതത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അവരുടെ തുടക്കം ശരിയായിരുന്നില്ല. പല കെട്ടിടം പണിത് മുകളിലെത്തുമ്പോഴാണ് മുകളിൽ വിള്ളല് കാണുമ്പോൾ അപ്പൊ അതിന്റെ എഞ്ചിനീയറോട് ചോദിക്കും, എന്താ ഈ പ്രശ്നം? ഇവിടെ ആ വിള്ളലിന് അവർ സിമെന്റും ഒക്കെ തേച്ച് പിന്നെയും വിള്ളൽ വരും. അപ്പൊ പറയും, പ്രശ്നം അവിടെയല്ല, പ്രശ്നം അതിന്റെ ഫൗണ്ടേഷനാണ്. അപ്പൊ ഫൗണ്ടേഷൻ കെട്ടിയപ്പോ അത് ഫൗണ്ടേഷൻ ശരിയായില്ല, അതുകൊണ്ടാണ് ഇപ്പൊ വിള്ളലുള്ളത്, നിങ്ങൾ ഫൗണ്ടേഷൻ ശരിയാക്കണം എന്ന് പറയും. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ അപ്പം ഈ തരത്തിലുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു ഫൗണ്ടേഷൻ ഈ വലിയവനായ ദൈവം നമ്മോട് ഒരു ബന്ധം സ്ഥാപിക്കുവാനായിട്ട് തന്റെ ഏകജാതനായ പുത്രനെ നൽകി നമ്മെ സ്നേഹിച്ചു. എങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഈ ദൈവവുമായിട്ട് ഒരു ബന്ധത്തിലേക്ക് കടന്നു വരുവാനായിട്ട് കഴിയുക? ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ എല്ലാവരും തന്നെ ഒരു വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലൂടെ ഈ ഒരു ബന്ധത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? ഞാൻ ചിലപ്പോഴൊക്കെ ചില പെന്തക്കോസ്ത് പശ്ചാത്തലത്തിലുള്ള ചില സഹോദരങ്ങളോടൊക്കെ, ചെറുപ്പക്കാരോടും ചില സഹോദരങ്ങളോടും ചില പ്രായമായവരോടും ഒക്കെ ചോദിക്കും, നിങ്ങൾ എങ്ങനെയാ രക്ഷിക്കപ്പെട്ടത്? എപ്പോഴാ വീണ്ടും ജനനത്തിന് അനുഭവം ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഞാൻ സ്നാനപ്പെട്ടതാണല്ലോ, ഞാൻ സ്നാനപ്പെട്ടു. അപ്പോൾ അല്ല, രക്ഷിക്കപ്പെട്ടത് എങ്ങനെയായിരുന്നു വീണ്ടും ജനനം? അതല്ല, ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ രക്ഷിക്കപ്പെടാതെ ഞാൻ സ്നാനപ്പെടുവോ? അവര് സ്നാനപ്പെട്ടെന്ന് പറഞ്ഞു, അവരെ സ്നാനപ്പെടുത്തി. പക്ഷെ അവർക്ക് യഥാർത്ഥത്തിൽ ഒരു രക്ഷയുടെ അനുഭവം, അവരുടെ ജീവിതത്തിൽ ഒരു വീണ്ടും ജനനത്തിന്റെ അനുഭവം ഇല്ലാതെ സ്നാനപ്പെട്ട പലരും ഉണ്ട്. ഒരുപക്ഷെ നമുക്ക് ഇവിടെ കുഞ്ഞുങ്ങൾ മാത്രമല്ല, മുതിർന്നവരും നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ യഥാർത്ഥത്തിലുള്ള ഒരു വീണ്ടും ജനനത്തിന്റെ അനുഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? അവിടെയാണ് നമുക്ക് ക്രിസ്തീയ ജീവിതത്തിന്റെ ശരിയായ തുടക്കം. നമ്മൾ യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, ആ വാക്യങ്ങളിൽ അവിടെ നിക്കോദേമോസ് എന്ന ഒരു പ്രമാണിയോട് യേശുക്രിസ്തുവിന്റെ സംഭാഷണമാണ്. അപ്പൊ യേശു അവനോട് 3 മുതൽ 5 വരെ, യോഹന്നാൻ 3-ന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദേമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. അപ്പോ ഈ നിക്കോദേമസിനോട് പറയുന്നു, നീ അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പോയിട്ടുള്ളൊരു ജനനമല്ല നിനക്ക് വേണ്ടത്, നിനക്ക് വെള്ളത്താലും ആത്മാവിനാലുമുള്ള ഒരു ജനനം നിനക്ക് ആവശ്യമാണ്. അപ്പം ഇതിനെ തെറ്റിദ്ധരിച്ച് ചില ആളുകൾ ആ വെള്ളത്താലുള്ള ജനനം എന്ന് പറയുന്നത് സ്നാനമാണ്, അതുകൊണ്ട് സ്നാനപ്പെടുമ്പോഴാണ് വീണ്ടും ജനനം ഉണ്ടാവുന്നത് എന്നൊക്കെ പറയുന്ന തെറ്റായ പല അണ്ടർസ്റ്റാൻഡിങ്സും ഉണ്ട്. എന്നാൽ ഇവിടെ വെള്ളത്താലും ഉള്ള ജനനം എന്ന് പറയുന്നത് ദൈവവചനത്താൽ നമുക്ക് ദൈവവചനത്താലുള്ള ഒരു പാപബോധം നമുക്കുണ്ടാകുന്നു. ആത്മാവിനാലുള്ള ഒരു പാപത്തിന്റെ കൺവിക്ഷൻ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുന്നു. അതിനെ തുടർന്ന് ഞാനൊരു പാപിയാണ് എന്നുള്ള ഒരു ബോധ്യം ഒരു മനുഷ്യനുണ്ടായി. എനിക്ക് വലിയവനായ ദൈവത്തിനോടുള്ള ഒരു ബന്ധം എനിക്ക് ആവശ്യമാണ്. ഞാൻ പാപിയാണ്, ഞാൻ ഈ പാപത്തിൽ തുടർന്നാൽ ഞാൻ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഒരു ബോധ്യത്തോടെ, ആവശ്യബോധത്തോടെ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെന്ന് അങ്ങനെയാണ് ഒരു ദൈവത്തോടുള്ള ഒരു ബന്ധം നമുക്കുണ്ടാവുന്നത്.
അപ്പോ നമുക്ക് ഈ വെള്ളത്താലുള്ള ജനനം എന്ന് പറയുമ്പോൾ ദൈവവചനത്താൽ നമുക്ക് നമ്മുടെ പാപങ്ങളെ കുറിച്ചുള്ള വെളിച്ചം നമുക്ക് ലഭിക്കുന്നു. നമുക്ക് യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്ക് അറിയാമല്ലോ, ദൈവവചനം ഒരു കണ്ണാടിയാണ്. ആ കണ്ണാടിയിലൂടെ നമുക്ക് നമ്മെ തന്നെ കാണുവാനായിട്ട് കഴിയുന്നു. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ദൈവവചനം അത് ഇരുവായ്ത്തലുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്, സന്ധിമച്ചകളെ ഒക്കെ തുളച്ചു ചെന്ന് അത് നമ്മെ വിവേചിച്ച് നമ്മുടെ ഉള്ള അവസ്ഥയെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. അപ്പോ ആ രീതിയിൽ നമുക്ക് ഈ ദൈവവചനം നമ്മുടെ ഉള്ളത്തിൽ നമുക്ക് പാപബോധം നൽകുകയും നമുക്ക് നമ്മുടെ പാപങ്ങൾ അത് ആ ദൈവവചനത്തിലൂടെ തന്നെ നമുക്കൊരു ബോധ്യം ലഭിക്കുന്നു. എൻ്റെ പാപങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയുകയാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ രക്തം എൻ്റെ സകല പാപങ്ങളെയും പോക്കി ശുദ്ധീകരിച്ച് എന്നോട് ക്ഷമിക്കും. നമ്മൾ 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിലൊക്കെ നാം അത് വായിക്കുന്നു. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ദൈവവചനത്തിലൂടെയാണ് നമുക്ക് ഒരു ബോധ്യം നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് അങ്ങനെ ഒരു മാനസാന്തരത്തിലൂടെ, ഒരു അനുതാപത്തിലൂടെ, വിശ്വാസത്തോടെ നാം കർത്താവിനോട് ഉള്ള ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട് കഴിയും. ഇത് നമുക്ക് കുറച്ചും കൂടെ വ്യക്തമാകുന്നതിനായിട്ട് നമുക്ക് ചില ദൈവവചന ഭാഗങ്ങൾ നമുക്ക് നോക്കാം. നമ്മൾ റോമാലേഖനം 1, 2, 3 അധ്യായങ്ങൾ. റോമാലേഖനം എന്ന് പറയുന്നത് അത് സുവിശേഷം വളരെ അടുക്കും ചിട്ടയോടും കൂടെ പ്രതിപാദിക്കുന്ന ഒരു ലേഖനമാണ് റോമാലേഖനം. ഇപ്പൊ റോമാലേഖനം 1-ാം അധ്യായം അവിടെ ഈ ലോകത്തിലുള്ള വേൾഡ്ലി ആയിട്ടുള്ള പാപികളെ കുറിച്ച് അവിടെ പറയുന്നു. റോമാലേഖനം 2-ാം അധ്യായത്തിൽ മതഭക്തരായ പാപികളെ കുറിച്ച് പറയുന്നു, റിലീജിയസ് ആയിട്ടുള്ള പാപികളെ കുറിച്ച് പറയുന്നു. 3-ാം അധ്യായത്തിൽ എല്ലാവരും പാപികളാണ് എന്ന് പറയും. അപ്പൊ ഈ റോമാലേഖനം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ആളുകളെ 3 തരത്തിൽ നമുക്ക് തിരിക്കാമെന്ന് നമ്മൾ നേരത്തെ പലപ്പോഴും പറയാറുണ്ട്. ഒന്ന്, റിബല്യസ് ആയിട്ടുള്ള ആളുകൾ, മത്സരികളായ ആളുകൾ. അവർക്ക് ദൈവവും വേണ്ട, ദൈവത്തിന്റെ വഴിയും വേണ്ട, ഞാൻ എൻ്റെ വഴി എന്ന് പറഞ്ഞ് പോകുന്ന മത്സരികളായ ആളുകൾ. അവരെ നമുക്ക് റോമാലേഖനം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. മറ്റൊന്ന്, മതത്തിന്റെ പുറകെ പോകുന്ന, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പുറകെ പോകുന്ന ആളുകളാണ്. അവരെ നമുക്ക് റിലീജിയസ് ആൾക്കാരെന്ന് പറയാം. അവരെ നമുക്ക് റോമാലേഖനം 2-ാം അധ്യായത്തിൽ കാണാം. ദൈവം ഈ തരത്തിലുള്ള റിബല്യസ് ആയിട്ടുള്ള ആളുകളും റിലീജിയസ് ആയിട്ടുള്ള ആളുകളും എല്ലാ ആളുകളും പാപികളാണ്. ആ പാപികളായ ആളുകൾ ദൈവവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക്, ഒരു റിലേഷൻഷിപ്പിലേക്ക് വരണം എന്നാണ് നമ്മൾ റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് നാം വായിക്കുന്നത്. നമുക്ക് ഇവിടെ റോമാലേഖനം 1-ാം അധ്യായം നോക്കുക. അവിടെ 1-ാം അധ്യായത്തിന്റെ ഭാഗങ്ങളിൽ ചില 21-ാം വാക്യം, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അവര് സൃഷ്ടിച്ച ദൈവത്തെ കാണാതെ, സൃഷ്ടിച്ച ദൈവത്തോട് മത്സരിച്ച് സ്വന്തം വഴികളിൽ പോയി, ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. എന്നിട്ട് അക്ഷയനായ 23-ാം വാക്യത്തിൽ പറയുന്നു, അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യങ്ങളാക്കി മാറ്റിക്കളഞ്ഞു. അങ്ങനെയുള്ള തെറ്റായ പല രീതിയിലുള്ള വിഗ്രഹങ്ങളെ വണങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരു മത്സരികളായിട്ടുള്ള ദൈവത്തിൽ നിന്ന് വിരോധമായി പോകുന്ന ആളുകളെ കുറിച്ച് അവിടെ നാം പറയുന്നു. അവരെ ആ രീതിയിൽ ദൈവം ഒരു വ്യാജത്തിനും ഒരു ഭോഷ്കിനും അവരുടെ സ്വന്തം ഇഷ്ടത്തിനും അവരെ വിട്ടുകളഞ്ഞു, അശുദ്ധിയിൽ ഏൽപ്പിച്ചു എന്നൊക്കെ നാം അവിടെ വായിക്കുന്നു. ദൈവത്തെ അവർ അക്നോളജ് ചെയ്തില്ല. നമ്മൾ നമ്മുടെ 28-ാം വാക്യത്തിൽ ഈ രീതിയിൽ ദൈവം വിട്ടുകളഞ്ഞതിന് they did not acknowledge God എന്നാണ് പറയുന്നത്. ദൈവത്തെ അവര് അക്നോളജ് ചെയ്യുകയോ അംഗീകരിക്കുകയോ ചെയ്യാതെ പോയതുകൊണ്ട് ദൈവം അവരെ ഉചിതമില്ലാത്തത് ചെയ്യുവാൻ അവരെ ഒരു ഡിപ്രേവ്ഡ് മൈൻഡ്, നികൃഷ്ട ബുദ്ധിയിൽ അവരെ ഏൽപ്പിച്ചു എന്ന് നാം വായിക്കുന്നു. അപ്പോ 2-ാമത്തെ അധ്യായത്തിൽ ഇവിടെ നാം വായിക്കുന്നത്, അവിടെയുള്ള ആളുകൾ അവര് ന്യായപ്രമാണം കേൾക്കുന്നു, ന്യായപ്രമാണത്തിന്റെ പുറകെ അവര് പോകുന്നു. 17-ാം വാക്യം മുതൽ അവര് ദൈവത്തിൽ പ്രശംസിക്കുന്നു, ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കുകയിൽ അതിന്റെ ഇഷ്ടമൊക്കെ അറിഞ്ഞ് അവര് പല കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നു. അന്ന് പരീശന്മാരായിട്ടുള്ള ആളുകളൊക്കെ അങ്ങനെയായിരുന്നു. അവർക്ക് ന്യായപ്രമാണമൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം. അവര് മറ്റുള്ളവരോട് ഉപദേശിക്കുന്നു. ന്യായപ്രമാണത്തിന്റെ വള്ളിയും പുള്ളിയും ഒക്കെ അത് ഞാൻ ആചരിക്കണമെന്ന് താല്പര്യപ്പെടുന്നവരാണ്. എന്നിട്ട് അവര് പറയുന്നു, എന്നാൽ അതിന്റെ ആഴമായ കാതലായ കാര്യങ്ങൾ, ദൈവവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധത്തിലുള്ള തങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ പാപങ്ങളെ ഒന്നും ഗൗരവമായിട്ട് എടുക്കാതെയുള്ള ഒരു യാത്രയായിരുന്നു അവർക്ക്.
ഹേ, എന്നിട്ട് 20-ാം വാക്യം, ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം, മൂഢരെ പഠിപ്പിക്കുന്നവർ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്ന് ഉറച്ചിരിക്കുന്നെങ്കിൽ, ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ത്? മോഷ്ടിക്കരുത് എന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രം കവർച്ച ചെയ്യുന്നുവോ? എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള മതഭക്തരായ ആളുകൾ നിമിത്തം ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടുന്നു എന്ന് ഇവിടെ 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. എന്നിട്ട് 3-ാം അധ്യായത്തിൽ 9-ാം വാക്യം മുതൽ പറയുന്നു, നമുക്ക് എന്ത് വിശേഷതയുണ്ട്? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നു എന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലും ഇല്ല. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവുകൊണ്ട് അവർ ചതിക്കുന്നു. സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെയുണ്ട്. അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഈ മനുഷ്യർ മുഴുവൻ ഞാന് ഒരു പാപിയാണ് എന്നുള്ള ഒരു ബോധ്യത്തോടുകൂടെ, അങ്ങനെയുള്ള ആളുകൾക്കാണ് വിശ്വാസത്താൽ ഉള്ള ഒരു നീതി ഉണ്ടാവുന്നത്. ഞാനൊരു പാപിയാണ് എന്നുള്ള ഒരു ബോധ്യത്തിൽ, ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. എന്നിട്ട് നമ്മൾ 23-ാം വാക്യത്തിൽ പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി നാം നീതീകരിക്കപ്പെടുന്നു. വിശ്വസിക്കുന്നവർക്ക് തന്റെ രക്തം മൂലം പ്രായശ്ചിതമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അപ്പോ നമ്മുടെ വീണ്ടും ജനനത്തിന്റെ നമ്മുടെ ഒരു തുടക്കം നമുക്കുണ്ടാവുന്നത്, ഞാനൊരു പാപിയാണ് എന്നുള്ള ഒരു ആഴമായ ബോധ്യം. നമുക്ക് പലപ്പോഴും നമ്മുടെ ഇടയിലും ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ യഥാർത്ഥത്തിൽ ഒരു പാപിയാണ് എന്നുള്ളൊരു ബോധ്യത്തോടെ, അനുതാപത്തോടെ, മാനസാന്തരത്തോടെ തങ്ങളുടെ ക്രിസ്തീയ ജീവിതം തുടങ്ങിയ സഹോദരന്മാർക്ക് അവരുടെ ക്രിസ്തീയ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ അവർ പ്രോഗ്രസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ മറ്റു ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അവരുടെ വീടുകളിലൊക്കെ അച്ചായന് ഭയങ്കര കുടിയാ, അച്ചായന് ഭയങ്കര പ്രശ്നമാണ്. അപ്പം പ്രശ്നം മുഴുവൻ അച്ചായനാണ് രക്ഷ വേണ്ടത്. അദ്ദേഹം കുടിക്കുന്നു, അച്ചായന്റെ കുടി, അച്ചായന്റെ ഇന്ന പ്രശ്നം, അച്ചായന്റെ കോപം, അച്ചായന്റെ പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഭാര്യയെ സംബന്ധിച്ച് ഭാര്യ ചിന്തിക്കുന്നത്, ഞാൻ വലിയ കുഴപ്പമില്ല എന്ന് പറയുന്ന. അപ്പോ ഞങ്ങളുടെ അടുത്ത് ഒരു അയൽപക്കത്തുള്ള ഒരു വീട്ടിൽ പണ്ട് ഇവിടെ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ തമ്പാച്ചൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി വളരെയധികം ഈ മദ്യപാനത്തിനൊക്കെ അടിമയായി. പക്ഷെ തന്റെ ജീവിതത്തിന്റെ അവസാനമായപ്പോ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയും, എന്റെ ഭാഗത്താണ്, അദ്ദേഹത്തിന് തന്റെ മദ്യപാനം ഞാനൊരു തെറ്റാണ്, താനൊരു പാപിയാണെന്ന് അദ്ദേഹത്തിന് വളരെ വ്യക്തമായ ബോധ്യമാണ്. ഞാനാണ് സാറേ, എന്റെ ഭാഗത്താണ് തെറ്റ്. ആദ്യം പറഞ്ഞു 80% എന്റെ ഭാഗത്താണ് തെറ്റ്. അപ്പൊ കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, അല്ല സാറേ 100% ഞാനാണ് തെറ്റ് എന്ന് പറഞ്ഞ് തന്റെ പാപത്തെക്കുറിച്ച് തനിക്ക് ബോധ്യം ഉണ്ടാവുകയും താൻ അനുദപിക്കുകയും തന്റെ ജീവിതത്തിന്റെ അവസാനം തനിക്ക് കുറച്ച് രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നു. തനിക്കൊരു മാനസാന്തരം ഉണ്ടായി, ഒരു വ്യത്യാസം ഉണ്ടായി. അദ്ദേഹം പെട്ടെന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയും ചെയ്തു. മാറ്റപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ശരിക്കുള്ള ഒരു രക്ഷയുണ്ടാവുകയും ഒരു മാറ്റം ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന്റെ വൈഫിന് അദ്ദേഹത്തെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഈ ഒരു അദ്ദേഹത്തിനെ കുറിച്ച് ഉണ്ടാകുന്ന ഉറപ്പ് പോലെ വൈഫിന് യഥാർത്ഥത്തിൽ ശരിക്കും ഒരു രക്ഷ നടന്നോ എന്നുള്ള കാര്യം ഇപ്പോഴും ഒരു സംശയമാണ്. കാരണം തന്റെ യഥാർത്ഥത്തിൽ ഞാനൊരു പാപിയാണ് എന്നുള്ള ആ ഒരു കാഴ്ച ആ സഹോദരിക്ക് കിട്ടിയിട്ടുണ്ടോ? ഞാനാണ് ഏറ്റവും മോശമായ, ഏറ്റവും മ്ലേച്ഛമായ, എന്റെ അച്ചായനെക്കാട്ടിലും മോശം ഞാനാണ് എന്നുള്ളൊരു ബോധ്യം തനിക്കില്ല. ഇവിടെ ഇരിക്കുന്ന ചില സഹോദരന്മാർക്കും അപ്രകാരമുണ്ട്. അവര് പ്രകടമായ പൊതുവെ ബാഹ്യമായിട്ട് ആളുകൾ പാപം എന്ന് പറയുന്ന കാര്യങ്ങൾ, മദ്യപാനം അല്ലെങ്കിൽ കൊലപാതകം അല്ലെങ്കിൽ വ്യഭിചാരം, ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല. പക്ഷേ പ്രിയ സഹോദരി, നിങ്ങളുടെ ജീവിതത്തിലുള്ള കയ്പ്, ക്ഷമിക്കാത്ത മനോഭാവം, മറ്റുള്ളവർ വിധിക്കുന്ന സ്വഭാവം, പരദൂഷണം പറയുന്ന ഈ സ്വഭാവം, തെറ്റായ മോഹങ്ങൾ, ആഗ്രഹങ്ങൾ, ഇതെല്ലാം ആഴമായ ഒരു കുഴിയാണ്. ഇതൊരു വലിയ പാപമാണ്. നിങ്ങളുടെ പരീക്ഷ മനോഭാവം, ഇതൊക്കെ വളരെ വലിയൊരു പാപമാണ്. ദൈവം നിഗളികളോടാണ് എതിർത്ത് നിൽക്കുന്നത്. നിങ്ങളുടെ ഈ ഉന്നത ഭാവം
നിങ്ങളുടെ ആ നിഗള സ്വഭാവം, ഇതിനെ ദൈവം ഏറ്റവും വെറുക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ചുങ്കക്കാരും പാവികളും പരീശന്മാരെ നിങ്ങളെക്കാൾ മുമ്പിൽ അവര് ദൈവരാജ്യത്തിൽ കടക്കും. കാര്യം അവർക്ക് അവരുടെ പാപത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം ഇല്ലായിരുന്നു. കർത്താവിന്റെ അടുക്കിലേക്ക് വരണം, കർത്താവുമായിട്ട് ഒരു ബന്ധം ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും, അത് കുഞ്ഞാണ്, ചെറുപ്പക്കാരാണ്, മുതിർന്നവരാണ് ആണെങ്കിലും, ഞാനൊരു പാവിയാണ് കർത്താവെ, എന്റെ വീട്ടിൽ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഇടത്ത് ഞാനാണ് ഏറ്റവും മോശമായിട്ടുള്ള വ്യക്തി എന്നുള്ള ഒരു ബോധ്യം അവരുടെ ഹൃദയത്തിന്റെ ആഴമായിട്ട്, കർത്താവെ ഈ ഒരു ബോധ്യം, ആ പാപബോധത്തിൽ നിന്നാണ് ഒരു ആവശ്യകതയിലേക്ക് നിങ്ങൾ വരേണ്ടത്. കർത്താവ് പറയുന്നുണ്ടല്ലോ, മത്തായി 9-ാം 12 മത്തായി 9:12 പറയുന്നത്, ആർക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം? ആരോഗ്യമുള്ള ആൾക്കല്ല വൈദ്യനെ കൊണ്ട് ആവശ്യമുള്ളത്, രോഗിക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ഇപ്പൊ പല ആളുകളും ഞാൻ വലിയ കുഴപ്പമൊന്നുമില്ല, എനിക്ക് കർത്താവിനോടുള്ളൊരു ബന്ധം വേണം, എനിക്ക് സഭ വേണം എന്ന് പറയുന്ന ആളുകൾക്ക് കർത്താവിനോടുള്ളൊരു ബന്ധത്തിലേക്ക് വരാനായിട്ട് കഴിയുകയില്ല. ഞാനൊരു പാപിയാണ് എന്നുള്ളൊരു ബോധ്യത്തിൽ, ഞാനൊരു രോഗിയാണ് എന്നുള്ളൊരു ബോധ്യത്തിൽ വന്നാൽ ഡോക്ടറിന്റെ അടുത്ത് ചെന്നിട്ട്, ഡോക്ടറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, ഞാൻ സുഖമായിരിക്കുന്നു, ഡോക്ടറിന് സുഖമായിരിക്കുന്നു എന്ന് പറയുന്ന ആൾക്ക് ഡോക്ടറിന് എന്തെങ്കിലും ചികിത്സ കൊടുക്കാൻ പറ്റുമോ? ഡോക്ടറെ എനിക്ക് പ്രശ്നമുണ്ട്, എനിക്ക് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ ഡോക്ടറിന് ചികിത്സിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു പ്രശ്നമുള്ളവനായിട്ട്, ഒരു പാപബോധമുള്ളവനായിട്ട്, പാപിയായിട്ട് ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെന്നാൽ മാത്രമേ ദൈവത്തിന് നമ്മെ സഹായിക്കാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മൾ പലപ്പോഴും ഇവിടെ വായിക്കുന്ന ഒരു ഭാഗമാണ്, അത് നാം ഒന്ന് കാണുന്നത് നല്ലതാണ്. ലൂക്കോസ് 18-ാം അധ്യായം, അവിടെ ചുങ്കക്കാരനെയും പരീശനെയും കുറിച്ചുള്ള കാര്യം നമ്മോട് വായിക്കുന്നു. ലൂക്കോസ് 18, പരീശന്റെയും ചുങ്കക്കാരന്റെയും ഉപമ. അവിടെ 9-ാം വാക്യം മുതൽ നമുക്ക് ഒന്ന് നോക്കാം. തങ്ങൾ നീതിമാന്മാർ എന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് അവന് ഒരു ഉപമ പറഞ്ഞു. എന്തെന്നാൽ, 2 മനുഷ്യർ പ്രാർത്ഥിക്കുവാൻ ദൈവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. അപ്പൊ ഈ പരീശൻ എന്ന് പറയുന്നത് ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പിൻപറ്റുന്ന ആള്, അദ്ദേഹം റെഗുലറായിട്ട് പ്രാർത്ഥിക്കുന്ന ആള്, അദ്ദേഹത്തിന് ഞാൻ കുഴപ്പമില്ല എന്നുള്ള ബോധ്യമുള്ള ഒരാളാണ് ഈ പരീശൻ. അപ്പം ഈ 2 മനുഷ്യർ പ്രാർത്ഥിക്കുവാൻ ദൈവാലയത്തിൽ പോയി. എന്നിട്ട് 11-ാം വാക്യം, പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, അപ്പോ ഞാൻ ആരാണ്? ഈ പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ, ഈ എന്റെ അടുത്ത് നിൽക്കുന്ന ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു. നിങ്ങൾ ഒരുപക്ഷെ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും ഈ നേരത്തെ ഞാൻ പറയുന്നത് പോലെ ഒരുപക്ഷെ നിങ്ങളുടെ ആ രീതിയിൽ ഭർത്താവിനെ കുറിച്ച്, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാതിരിക്കുന്ന ഭാര്യയെ കുറിച്ച്, ആ രീതിയിൽ തെറ്റായ വഴിയിൽ പോകുന്ന നിങ്ങളുടെ മറ്റു ബന്ധുക്കളെ കുറിച്ച്, അവരെ കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടും ചിന്തയും, ഈ രീതിയിലുള്ള ഒരു ചിന്ത ഉപബോധ മനസ്സിൽ, ഞാൻ ഇവരെക്കാട്ടിലും ഒക്കെ കർത്താവെ കൊള്ളാം എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടോ? ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, ഞാൻ എല്ലാ മീറ്റിങ്ങുകൾക്കും മുടങ്ങായിട്ട് വരുന്നു, ഞാൻ പിന്നെ നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം ഞാൻ ഓൺലൈൻ മീറ്റിങ്ങിലും ഞാൻ പങ്കെടുക്കുന്നു, ഞാൻ എല്ലാം വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മെക്കുറിച്ച് തന്നെ ഉള്ള ഒരു തൃപ്തി, ഞാൻ കുഴപ്പമില്ല എന്നുള്ള ഒരു ചിന്ത. എന്നാൽ ഇവിടെ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് ഈ ചുങ്കക്കാരനെ നോക്കുക. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. നമുക്ക് നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ കഴിയുന്ന, നമുക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന ഒരു പ്രാർത്ഥന വാചകമാണ്, ദൈവമേ പാപിയായ എന്നോട് കരുണ തോന്നണമേ. ഞാൻ പാപിയാണോ? ദൈവത്തിന്റെ ആ വെളിച്ചത്തിൽ, ദൈവത്തിന്റെ ആ വെളിച്ചത്തിൽ നമുക്ക് നമ്മുടെ കുറവുകളെ കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ് നമുക്ക് കാണുമ്പോൾ നാം എത്ര ആഴമായ പാപിയാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവും. നമ്മുടെ മനോഭാവങ്ങളിൽ, നമ്മുടെ ആളുകളോടുള്ള പെരുമാറ്റത്തിൽ, നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കാർക്കശ്യത്തോടു കൂടെയുള്ള ഇടപെടലുകളിൽ, ഇവിടെയൊക്കെ കർത്താവെ അങ്ങയുടെ സ്വഭാവത്തിൽ നിന്ന് ഞാൻ എത്രയധികം ദൂരെയായിരിക്കുന്നു. ലോർഡ്, ഐ എം എ സിന്നർ. കർത്താവെ ഞാനൊരു പാപിയാണ്. നമുക്ക് ഈ ഒരു ചുങ്കക്കാരന്റെ മനോഭാവമാണ്
നമുക്ക് ദൈവത്തോടുള്ള ഒരു ബന്ധത്തിലേക്ക് കടന്നു വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഏത് തരത്തിലുള്ള കാറ്റഗറിയിൽ പെടുന്ന ഒരു റിബല്യസ് അല്ലെങ്കിൽ റിലീജിയസ് ആളുകളാണെങ്കിലും, ഏത് തരത്തിലുള്ള ആളുകൾക്കാണെങ്കിലും കർത്താവിന്റെ അടുക്കിലേക്ക് വരാം. ഏത് വേഴ്സ്റ്റ് സിന്നർ ആണെങ്കിലും, അത് വ്യഭിചാരിയാകാം, അല്ലെങ്കിൽ പിടിച്ചുപറിക്കാരനാവാം, അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഏത് തരത്തിലുള്ള വ്യക്തിയാണെങ്കിലും തങ്ങളുടെ പാപത്തെക്കുറിച്ചുള്ള ഒരു അനുതാപത്തോടെ, ഒരു ആഴമായ പാപബോധത്തോടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് വന്ന്, കർത്താവെ എന്നോട് കരുണ ഉണ്ടാകണമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണം, കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ കർത്താവെ അങ്ങ് കാൽവരി ക്രൂശിൽ എനിക്കായിട്ട് മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകി, എന്നെ ശുദ്ധീകരിച്ച് അങ്ങയുടെ മകനാക്കി, മകളാക്കി എന്നെ മാറ്റണമേ എന്ന് പറയുമ്പോൾ നമുക്ക് ആ രീതിയിൽ നമുക്ക് കർത്താവിന്റെ മകനും മകളുമായിട്ട് ആയിത്തീരുവാനായിട്ട് കഴിയും. ഈ രക്ഷ സൗജന്യമാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിന്റെ പഠനം നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അവസാന അധ്യായത്തിൽ 22-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും വരിക എന്ന് പറയുന്നു. പറയട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഈ ഒരു രക്ഷ നാം ഒരു ആവശ്യക്കാരനായിട്ട് ദൈവസന്നിധിയിലേക്ക് ചെല്ലുകയാണെങ്കിൽ നമുക്ക് സൗജന്യമായിട്ട് കർത്താവിൽ നിന്ന് ഈ രക്ഷ ലഭിക്കും. ദൈവവചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഉറപ്പുകളാണ് ഇതൊക്കെ. അതുമാത്രമല്ല, നിങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ പലപ്പോഴും കർത്താവിന്റെ അടുക്കൽ അനുതാപത്തോടുകൂടെ കടന്നു വന്നാൽ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ സംശയം ഉണ്ടാവും, ഓ കർത്താവ് എന്നെ സ്വീകരിക്കുവോ, എന്നെ സ്വീകരിച്ചോ, എന്റെ പാപങ്ങൾ ക്ഷമിച്ചോ എനിക്ക്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ഉറപ്പിനായിട്ട് ഒരു വാക്യവും കൂടെ, വെള്ളത്താലുള്ള ജനനത്തെ കുറിച്ച് നമ്മൾ പറയും. വെള്ളത്താൽ, ദൈവത്തിന്റെ വചനത്തിലൂടെ നിങ്ങൾക്കൊരു ഉറപ്പ് നിങ്ങൾക്ക് വായിക്കാം. യോഹന്നാൻ 6:37. യോഹന്നാൻ 6:37, പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരും. എന്റെ അടുക്കൽ, അതിന്റെ രണ്ടാമത്തെ ഭാഗം, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളകയില്ല. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളകയില്ല. നിങ്ങൾ ഒരു ആവശ്യബോധത്തോടുകൂടെ, പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് കർത്താവിന്റെ അടുക്കലേക്ക് ചെന്നാൽ കർത്താവ് നിങ്ങളെ ഒരു നാളും തള്ളിക്കളകയില്ല. ഈ ഒരു ഉറപ്പ് നിങ്ങളുടെ ഉള്ളത്തിൽ ആഴമായിട്ട്, കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ, നിങ്ങളുടെ ഉള്ളത്തിൽ ഉണ്ടാവണം. എന്നാൽ അങ്ങനെ നിങ്ങൾ ചെല്ലണമെങ്കിൽ കാപട്യത്തോടെ കർത്താവിന്റെ അടുക്കിലേക്ക് ചെന്നാൽ, മറച്ചു വെച്ച് കർത്താവിന്റെ അടുക്കിലേക്ക് ചെന്നാൽ കർത്താവിനെ നിങ്ങളെ യഥാർത്ഥത്തിൽ രക്ഷിക്കാനായിട്ട് പറ്റുകയില്ല. നിങ്ങളുടെ അപ്പൻ അറിയില്ല, നിങ്ങളുടെ അമ്മയ്ക്ക് അറിയില്ല, നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സിന് അറിയില്ലായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ ഹൃദയത്തിലുള്ള തെറ്റായ മോഹങ്ങൾ, തെറ്റായ ആഗ്രഹങ്ങൾ, ഹൃദയത്തിൽ നിങ്ങൾ മറച്ചു വെച്ചിരിക്കുന്നത്, ചില കാര്യങ്ങൾ ഒളിച്ചു വെച്ചിരിക്കുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ദൈവത്തിന് മുമ്പാകെ ഒരു വെളിച്ചത്തോടെ, അനുതാപത്തോടെ, കർത്താവെ എന്നോട് ക്ഷമിക്കണമേ, കർത്താവെ ഞാനൊരു പാപിയാണ്, അങ്ങ് എനിക്കായിട്ട് ക്രൂശിൽ മരിച്ചല്ലോ, അങ്ങനെ രക്തത്താൽ എന്നെ കഴുകി എന്നെ അങ്ങയുടെ മകളാക്കി തീർക്കണമേ, മകനാക്കി തീർക്കണമേ എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ പറഞ്ഞ് കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുക. നിങ്ങൾക്ക് കർത്താവിന്റെ മകനും മകളുമായി തീരുവാനായിട്ട് കഴിയും. അപ്പോ അതുപോലെ തന്നെ നമുക്ക് ആത്മാവിനാൽ ഈ ഒരു ഉറപ്പ് നമ്മുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും. നമുക്ക് പാപബോധം പരിശുദ്ധാത്മാവ് നൽകുക മാത്രമല്ല, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം വരുത്തും എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. യോഹന്നാൻ 16:8 വാക്യത്തിൽ. അപ്പോ നാം നീതിയെക്കുറിച്ചുള്ള ഒരു ബോധ്യം, ദൈവനീതിയെക്കുറിച്ചുള്ള ഒരു ബോധ്യം മാത്രമല്ല, നമുക്കൊരു നീതീകരണത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യവും, നിങ്ങൾ ദൈവത്തിന്റെ മക്കളായി കർത്താവിന്റെ അടുക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ, കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് ഞാൻ കർത്താവിന്റെ മകനാണ്, കർത്താവിനെ നീതീകരിച്ചിരിക്കുന്നു, ഇനിയും കർത്താവ് എന്നെ നോക്കുമ്പോൾ കർത്താവിന്റെ നീതിവസ്ത്രം ധരിച്ചവനായിട്ടാണ് കർത്താവ്, ദൈവം എന്നെ കാണുന്നത് എന്നുള്ളൊരു ബോധ്യവും നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന് നൽകുവാനായിട്ട് കഴിയും. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ ദൈവ മക്കൾ എന്നുള്ള ഒരു ബോധ്യം, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവാണ് നമ്മെ പ്രേരിപ്പിക്കുന്നത്. നമുക്ക് ആ വാക്യങ്ങൾ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 15 മുതൽ 17-ാം വാക്യം വരെ നിങ്ങൾക്ക് പലപ്പോഴും നാം വായിക്കുന്ന വാക്യങ്ങളാണ്. നിങ്ങൾക്ക് അറിയാം എന്ന് ചിന്തിക്കുന്നു. റോമാലേഖനം 8:15 മുതൽ 17 വരെ, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അപ്പം നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് ദാനം നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയും. അപ്പൊ ദൈവത്തിന്റെ മക്കൾ ആണ് എന്നുള്ള ഒരു ഉറപ്പ് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് നൽകും. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. അപ്പൊ അവിടെയും കർത്താവ് വന്ന് നമ്മെ രക്ഷിച്ചതിനെ കുറിച്ച് അവിടെ വായിക്കുന്നു, പുത്രത്വം നമുക്ക് നൽകുന്നതിനെ കുറിച്ച് വായിക്കുന്നു. എന്നിട്ട് 6-ാമത്തെയും 7-ാമത്തെയും വാക്യം, നിങ്ങൾ മക്കൾ ആകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ
അവകാശിയും ആകുന്നു. അപ്പോ ആ രീതിയിലുള്ള ഒരു പാപിയായിട്ട് ദൈവത്തിന്റെ അടുക്കലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് കർത്താവ് ദൈവത്തിന്റെ വചനത്തിലൂടെ എനിക്ക് ആ ബോധ്യം ലഭിക്കുന്നു, ആത്മാവിലൂടെ എനിക്ക് ഹൃദയത്തിൽ ഒരു ഉറപ്പ് ലഭിക്കുന്നു. ഞാൻ ദൈവത്തിന്റെ മകനും മകളുമാണ്, അബ്ബാ പിതാവേ എന്ന് എനിക്ക് ദൈവത്തെ വിളിക്കുവാനായിട്ട് കഴിയും. ഓക്കെ, അപ്പം ഈ ഒരു വീണ്ടും ജനനം അത് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളെ ക്രമപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്കും നയിക്കും. അപ്പോൾ റീബർത്ത് എന്ന് പറയുന്നത് അത് നമുക്ക് ചില റെസ്റ്റിറ്റ്യൂഷനിലേക്കും നമ്മെ നയിക്കണം. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ക്രമപ്പെടുത്തണം. ചില കാര്യങ്ങൾ ഇപ്പൊ ചില ആളുകൾ നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ അപ്പം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഞാനൊരു സാധനം മോഷ്ടിച്ചിട്ടുണ്ട്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് എനിക്കങ്ങനെ ഉള്ള ആളുകളെ അറിയാം. ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഒരു കടയിൽ നിന്ന് ഒരു സ്റ്റിക്കർ, പണ്ട് നമ്മുടെ ഈ കമ്പ്യൂട്ടറിന്റെ ഈ കാര്യങ്ങളൊന്നും അത്ര ഇതില്ലാത്ത ഒരു സമയത്താണ്, ബാർകോഡൊന്നും ഇല്ലാത്ത സമയത്ത് സാധനത്തിന് മുകളിൽ സ്റ്റിക്കറിൽ അതിന്റെ വില ഒട്ടിച്ചു വെച്ചിരുന്നു. അപ്പോ വേറൊരു വില കുറഞ്ഞ ഒരു സാധനം, ആ സാധനത്തിന്റെ സ്റ്റിക്കർ എടുത്ത് ഇതിൽ ഒട്ടിച്ച് കൗണ്ടറിൽ കൊണ്ടുപോയി കൊടുത്തു. അദ്ദേഹം ആദ്യം ഒന്നൊരു സംശയത്തോട് ചോദിച്ചെങ്കിലും അത് കഴിഞ്ഞ് ഇതാണ് ഇതിന്റെ വില ഒട്ടിച്ചിരുന്നെന്ന് പറഞ്ഞു. അതുമായിട്ട് പോയി, സന്തോഷത്തോടെ ഇത്രയും ലാഭം കിട്ടിയല്ലോ എന്നോർത്ത് പോയി. പക്ഷേ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഈ ചെറുപ്പക്കാരൻ രക്ഷിക്കപ്പെട്ടപ്പോഴാണ് ഈ കാര്യം ഓർമ്മ വന്നത്. ഞാന് ഇവിടെ ഈ കടയിൽ കളിപ്പിച്ചല്ലോ, ഞാന് ഈ കാര്യം ശരിയാക്കണം. അപ്പോ കടയിൽ ചെന്ന് അവൻ തന്നെ താഴ്ത്തി അവിടെ ചെന്ന് ഏറ്റു പറഞ്ഞു, എനിക്ക് ചില വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്തു, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ആ കാര്യം എനിക്ക് ഇവിടെ തിരികെ തന്ന് ഈ കാര്യങ്ങൾ ക്രമപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് കടയിൽ പോയി പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ഇത്രയും വർഷങ്ങൾക്ക് മുമ്പായതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോ അത് സ്വീകരിക്കാനായിട്ട്, ആ രീതിയിൽ സ്വീകരിക്കാനായിട്ടുള്ള ഞങ്ങളുടെ കണക്കുകളൊക്കെ ഇപ്പൊ ക്ലോസ് ചെയ്തു. പക്ഷേ നിങ്ങൾ ഏതായാലും ഇത് വന്ന് പറഞ്ഞത് നന്നായി. അപ്പോ ഒരു കാര്യം ചെയ്യ്, ഈ പൈസ എന്തെങ്കിലും ഒരു ചാരിറ്റി കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറഞ്ഞ് ഇവരോട് പറഞ്ഞു വിട്ടു. അദ്ദേഹം ഉടനെ പോയി കാര്യം ഒരു ദൈവിക പ്രവർത്തനം ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു ബോക്സിൽ കൊണ്ടുപോയി ഇട്ടു എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ കുറിച്ച്. അപ്പൊ നമ്മളെ സംബന്ധിച്ച്, നിങ്ങളെ സംബന്ധിച്ച്, കുഞ്ഞുങ്ങളെ സംബന്ധിച്ച്, മുതിർന്നവരെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യം നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, ഈ ഒരു വീണ്ടും ജനനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ചില കാര്യങ്ങൾ. നീ ഈ കാര്യം ക്രമപ്പെടുത്താനുണ്ട്, നീ എടുത്ത ഈ പൈസ നീ തിരിച്ചു കൊടുക്കാനുണ്ട്, നീ നിന്റെ വാക്കുകൊണ്ട് ഈ വ്യക്തിയെ മറ്റുള്ളവരുടെ മുമ്പിൽ നീ ഒരു പരദൂഷണം ചെയ്ത് ആ വ്യക്തിക്ക്, തന്റെ ജോലി സ്ഥലത്തായിരിക്കാം, ആ ജോലി സ്ഥലത്ത് ആ വ്യക്തിക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കി, ആ വ്യക്തി ചെയ്യാത്ത ഒരു കാര്യം അത് പറഞ്ഞ് അത് മാനേജറിന്റെ അടുത്ത് പോയി പറഞ്ഞു. മാനേജർ ആ വ്യക്തിക്ക് കൊടുക്കേണ്ട ഒരു ബോണസ് അല്ലെങ്കിൽ ഇൻക്രിമെന്റ് തടഞ്ഞു വെച്ചു. ഇങ്ങനെയൊക്കെ ചില ഓഫീസുകളിലൊക്കെ സംഭവിക്കാം. അങ്ങനെ സംഭവിച്ച് എന്തെങ്കിലും ഒരു കാര്യം ഓർമ്മ വന്നാൽ ഞാൻ എൻ്റെ വാക്കുകൾ കൊണ്ട് സംസാരിച്ച് 2-3 ആളുകൾ അത് കേട്ടു, ആ വ്യക്തിക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ ആ വ്യക്തിയോട് ക്ഷമ ചോദിക്കുക മാത്രമല്ല, ദൈവത്തോട് ക്ഷമ ചോദിക്കുക മാത്രമല്ല, ആ കാര്യം ക്രമപ്പെടുത്താനായിട്ട് നമ്മളെ കൊണ്ട് ആവുന്നത് ആ വ്യക്തിക്ക് വന്ന നഷ്ടം അത് നമ്മൾ തിരിച്ച് കൊടുക്കുകയും ചെയ്യണം. അപ്പോ ആ രീതിയിൽ നമ്മൾ ക്രമപ്പെടുത്താനുള്ള കാര്യങ്ങൾ നമ്മൾ ക്രമപ്പെടുത്തണം. അതിനെയാണ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് സക്കായിയെ കുറിച്ച് അറിയാം. സക്കായിയുടെ ഹൃദയത്തിൽ ഒരു വീണ്ടും ജനനം ഉണ്ടായി. യേശു തന്റെ വീട്ടിലേക്ക് വരുന്നു. തനിക്ക് തന്റെ ഹൃദയത്തിൽ, യേശു വീട്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ തന്റെ ഹൃദയത്തിൽ സക്കായി യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് സക്കായിക്ക് തന്റെ പാപത്തെക്കുറിച്ചുള്ള ഒരു ബോധമുണ്ടായി. താൻ കാര്യങ്ങൾ ക്രമപ്പെടുത്തണം എന്നുള്ള ഒരു ബോധ്യമുണ്ടായി. അപ്പോൾ ഞാൻ ചതിവായിട്ട് വാങ്ങിയ പല കാര്യങ്ങളുണ്ട്. തനിക്ക് ഓർമ്മ വന്നു, ചതിയായിട്ട് വാങ്ങിയ കാര്യങ്ങൾ അത് മാത്രമല്ലാതെ ഞാൻ 4 ഇരട്ടിയായിട്ട് ഞാൻ പകരം കൊടുക്കും എന്ന് പറഞ്ഞ് അവൻ അതിന്റെ ഇൻട്രസ്റ്റ് സഹിതം ആ കാര്യങ്ങൾ തിരിച്ചു കൊടുത്തു. അപ്പോ പല ആളുകളും ചിലപ്പോ ജസ്റ്റ് ഒരു സോറി, ദൈവമേ സോറി, മനുഷ്യരോട് ആരോടെങ്കിലും ഒരു സോറി പറഞ്ഞ് മുമ്പോട്ടങ്ങ് പോയത് കൊണ്ട് അവരുടെ ക്രിസ്ത്യ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പം ശരിക്കുള്ള ഒരു പുരോഗതി ഉണ്ടാവുന്നില്ല, ശരിയായ ഒരു തുടക്കം ഉണ്ടാവുന്നില്ല. നിങ്ങളുടെ ഒരുപക്ഷെ നിങ്ങളുടെ മരുമോളെ കുറിച്ച് ഏഷണി പറയുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മായിയമ്മയെ കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബന്ധുവിനെ കുറിച്ച് പറഞ്ഞ് അതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടായി, മറ്റുള്ളവരുടെ ഇടയിൽ പ്രശ്നം ഉണ്ടായി, നിങ്ങളുടെ മുമ്പാകെ നിങ്ങൾ താഴ്ത്തി അവരോട് ക്ഷമ ചോദിക്കണം. ആ പറഞ്ഞ ആൾക്കാരോട് ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നു, എനിക്ക് പിന്നീടാണ് കാര്യം മനസ്സിലായത് എന്ന് പറഞ്ഞ് കാര്യങ്ങൾ നിരപ്പ് പ്രാപിക്കണം. ഇല്ല എങ്കിൽ നമുക്ക് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ശരിയാവണ്ണം മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയുകയില്ല. അപ്പം നമ്മെ ഓരോരുത്തരെ സംബന്ധിച്ചും എവിടെയാണ് കാര്യങ്ങൾ ക്രമപ്പെടുത്തേണ്ടത് എന്നുള്ള കാര്യം ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ബോധ്യപ്പെടുത്തുന്നതിനനുസരിച്ച് ദൈവത്തോട് ചോദിക്കുക. ദൈവം ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മെ കൊണ്ട് കഴിയുന്ന ചില കാര്യങ്ങൾ, നമുക്ക് ഒട്ടും പഴയ കാലത്തെ ക്രമപ്പെടുത്താൻ കഴിയാത്ത പല കാര്യങ്ങൾ ഉണ്ടാവാം.
അപ്പൊ അത് എവിടെയാണെന്ന് ആരും അറിയില്ല, ഏതാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് മറ്റെന്തെങ്കിലും തരത്തിലുള്ള സെക്ഷൽ രീതിയിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അത് പോയി അവിടെ ക്രമപ്പെടുത്താനായിട്ടൊക്കെ പോയാൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മെക്കൊണ്ട് ഒട്ടും കഴിയാത്ത സാധനങ്ങൾ ദൈവത്തോട് സത്യസന്ധമായിട്ട് ഏറ്റുപറയുക. മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ആളിനെ ഒരിക്കലും കാണാൻ പറ്റുന്നില്ലെങ്കിൽ അത് എല്ലാറ്റിനെയും ഉടവൻ ദൈവമാണ് എന്നുള്ള ഒരു ബോധ്യത്തിൽ അത് ദൈവം ചർച്ചിന്റെ ബോക്സിലോ അല്ലെങ്കിൽ ആ രീതിയിൽ ദൈവത്തിന് കൊടുക്കുന്ന രീതിയിൽ ആ കാര്യങ്ങൾ, തെറ്റായ ഒരു കാര്യവും എനിക്ക് വേണ്ട, ദൈവത്തോടും മനുഷ്യരോടും ഞാൻ കാര്യങ്ങൾ ക്രമപ്പെടുത്തും എന്ന് പറഞ്ഞ് നിങ്ങളുടെ ജീവിതം ആ രീതിയിൽ നല്ല രീതിയിൽ വേണം തുടങ്ങാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പുരോഗമിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അങ്ങനെ രക്ഷിക്കപ്പെട്ട് ഈ രീതിയിൽ കാര്യങ്ങളെ ക്രമപ്പെടുത്തുവാനായിട്ട് തീരുമാനിച്ച് ആ രീതിയിൽ നമ്മളെ ലാഭോളം നമുക്ക് ക്രമപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് തുടർന്ന് ത്തിലേക്ക് സ്നാനപ്പെടേണ്ടത്. അപ്പൊ സ്നാനപ്പെടുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയ വ്യക്തിയല്ല. അപ്പൊ ഒരു സ്നാനപ്പെടുന്ന വ്യക്തി പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യക്തിയല്ല. അപ്പൊ സ്നാനപ്പെടുന്ന വ്യക്തി അവന്റെ ഹൃദയത്തിൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം അവന് ഒരു നല്ല മനസ്സാക്ഷിയോടെ ജീവിക്കാൻ, കാര്യങ്ങൾ ക്രമപ്പെടുത്താനായിട്ട് ദൈവത്തോടും മനുഷ്യരോടും ക്രമപ്പെടുത്തി നല്ല ഒരു ജീവിതം, പാപം ചെയ്യണ്ട എന്ന് ഹൃദയത്തിൽ ഒരു ആഗ്രഹവും ഒരു തീരുമാനവുമുള്ള ഒരു വ്യക്തിയാണ്. അവൻ മുമ്പോട്ട് പോകുമ്പോൾ ചിലപ്പോൾ വീണ്ടും എവിടെയെങ്കിലും തെന്നി വീണെന്ന് വരാം, അവൻ എഴുന്നേറ്റ് വീണ്ടും മുമ്പോട്ട് പോകും. എന്നാൽ ആ ഒരു നിർണയം തന്റെ ഹൃദയത്തിൽ ഉള്ളവനാണ് ഒരു സ്നാനത്തിലേക്ക് മുമ്പോട്ട് പോകേണ്ടത്. നമ്മൾ റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. സ്നാനം എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ മനുഷ്യനെ നമ്മൾ അടക്കുന്നതാണ്. അപ്പോ ഈ ഒരു പഴയ മനുഷ്യൻ പാപത്തോട് സന്ധി ചെയ്ത് പാപത്തോട് ചേർന്ന് നിന്ന് ആ പാപത്തിന്റെ ഇഷ്ടപ്രകാരം പിശാചിന്റെ സ്വാധീനത്തിനനുസരിച്ച് പോകുവാനായിട്ട് താല്പര്യപ്പെടുന്ന പഴയ മനുഷ്യനെ അത് വേണ്ട, അങ്ങനെയല്ല. ഒരു വീണ്ടും ജനനം ഹൃദയത്തിൽ ഉണ്ടായി, ഒരു ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനുള്ള താല്പര്യമുള്ള ഒരു പുതിയ മനുഷ്യൻ എൻ്റെ ഹൃദയത്തിലുണ്ട്. അപ്പോ ഈ പഴയ മനുഷ്യനെ ഞാൻ അടക്കം ചെയ്ത് എന്നാണ് ഈ സ്നാനം എന്നുള്ളത് നമ്മൾ റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അപ്പോ നമ്മുടെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെടുന്നതിന്റെ ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു അടയാളം ആയിട്ടാണ് ഞാൻ ആളുകളുടെ മുമ്പിൽ, സഭയുടെ മുമ്പിൽ, എൻ്റെ ബന്ധുക്കളുടെ മുമ്പിൽ ഇതാ എൻ്റെ പഴയ മനുഷ്യൻ, അത് ഞാൻ വേണ്ട, ഞാൻ ഇനി ക്രിസ്തുവിന്റെ ശിഷ്യനായിട്ട് ജീവിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. ഇത് പഴയ സന്തോഷമല്ല, അല്ലെങ്കിൽ പഴയ എക്സ് അല്ല, വൈ അല്ല. ഞാൻ ഇനിയും കർത്താവിനെ പ്രീതിപ്പെടുത്തി ജീവിക്കാനായിട്ട് തീരുമാനിച്ച ഒരു വ്യക്തിയാണ്. അതാണ് നമ്മൾ ഈ സ്നാനത്തിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ഇനിയും ഞാൻ കർത്താവിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാനായിട്ട് ഞാൻ തീരുമാനിക്കുന്നു, ഞാൻ ആ രീതിയിൽ മുമ്പോട്ട് പോകും. അപ്പോൾ സ്നാനം എന്ന് പറയുന്നത് അത് ഒരു നല്ല മനസ്സാക്ഷിക്കുള്ള ഒരു അപേക്ഷയായിട്ടും കൂടെ നമ്മൾ 1 പത്രോസ് 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. സ്നാനമോ അത് ഇപ്പൊ ചില ആളുകൾക്ക് സ്നാനത്തെ കുറിച്ചിട്ടുള്ള ഒരു തെറ്റായ ധാരണ. എന്തിനാ സ്നാനപ്പെടുന്നത്? എല്ലാവരും പിന്നെ ഈ മാസത്തിന്റെ 2-ാമത്തെ ആഴ്ച ഈ ബ്രെഡ് ബ്രേക്കിംഗ്, അപ്പം നുറുക്കുന്നതിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ സ്നാനപ്പെടാത്തത് കൊണ്ടാണല്ലോ അപ്പം നുറുക്കുക. അതുകൊണ്ട് ഞാൻ സ്നാനപ്പെട്ടാൽ അപ്പം നുറുക്കിൽ എനിക്ക് പങ്കെടുക്കാമല്ലോ. അതിനുവേണ്ടിയല്ല സ്നാനപ്പെടുന്നത്. അല്ലെങ്കിൽ സ്നാനത്തിലൂടെ അല്ലെങ്കിൽ ജഡത്തിന്റെ ഒരു അഴുക്കിനെ കഴുകുന്നതിനായിട്ടല്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് 1 പത്രോസ് 3-ാം അധ്യായം, സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതിനായിട്ടല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കായിട്ടുള്ള അപേക്ഷയായിട്ട് അത്രേ ഈ സ്നാനം ചെയ്യുന്നത് എന്ന് ആ പെട്ടകത്തിൽ പ്രവേശിച്ചതിൻ്റെ ഓടുള്ള ആ ഒരു കാര്യം പറഞ്ഞിട്ട് പത്രോസ് അവിടെ പറയുന്നു. അപ്പോ നമ്മൾ ഈ സ്നാനത്തെ കുറിച്ച് നമുക്ക് സ്നാനം എന്ന് പറയുന്നത് വീണ്ടും ജനനമല്ല. സ്നാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ രീതിയിൽ വീണ്ടും ജനിച്ച് ഈ രീതിയിൽ കർത്താവിന്റെ ശിഷ്യനായിട്ട് മുമ്പോട്ട് പോകുവാനായിട്ട് തീരുമാനിച്ച ഒരു വ്യക്തിയാണ് സ്നാനപ്പെട്ട് തന്റെ പഴയ മനുഷ്യനെ അടക്കി ഒരു പുതിയ ജീവിതത്തിലേക്ക് മുമ്പോട്ട് കാൽ എടുത്ത് വെക്കുന്നത്.
അപ്പോൾ ഈ കാര്യങ്ങൾ വ്യക്തമായി എന്ന് ചിന്തിക്കുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, രക്ഷ എന്ന് പറയുന്നത് സൗജന്യമാണ്. എന്നാൽ ഈ സ്നാനത്തിലൂടെ ഒരു ശിഷ്യത്വ ജീവിതത്തിലേക്ക് നാം മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഒരു ശിഷ്യത്വ ജീവിതത്തിലേക്ക് മുമ്പോട്ട് പോകുമ്പോൾ ആ ശിഷ്യത്വ ജീവിതത്തിന് വേണ്ടി നമ്മൾ ഒരു വില കൊടുക്കണം. അപ്പോ രക്ഷ സൗജന്യമാണെങ്കിലും ശിഷ്യത്വ ജീവിതത്തിന് നാം ഒരു വില കൊടുത്തിട്ടാണ് ശിഷ്യത്വ ജീവിതത്തിലേക്ക് നാം മുമ്പോട്ട് പോകേണ്ടത്. അപ്പൊ നമ്മള് മത്തായി 13-ാം അധ്യായത്തിൽ അവിടെ 44, 45 വാക്യങ്ങളിൽ സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം, അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. അപ്പോ അവിടെ താൻ വിറ്റിട്ടാണ് ഈ നിധിയുള്ള ആ കർത്താവാകുന്ന നിധി, ആ വലിയവനായ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം, ആ നിധിക്കായിട്ട് ഇവൻ തനിക്കുള്ളതൊക്കെയും വിറ്റു എന്ന് അവിടെ ആ വാക്യത്തിൽ വായിക്കുന്നു. അതിന്റെ തൊട്ടടുത്ത് 45-ാം വാക്യത്തിലും 46-ാം വാക്യത്തിലും ഇത് തന്നെ ആവർത്തിക്കുന്നു. പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം, അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. അപ്പൊ തനിക്കുള്ളതൊക്കെയും വിറ്റ് എന്ന് ഇവിടെ 44-ാം വാക്യത്തിലും 46-ാം വാക്യത്തിലും ആവർത്തിച്ചിരിക്കും. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? ഞാന് ഈ കർത്താവുമായിട്ടുള്ളൊരു ബന്ധത്തെ മറ്റെന്തിനെക്കാട്ടിലും ഞാൻ വിലമതിക്കും. ഞാൻ ഒന്നും എനിക്കായിട്ട് ഞാൻ പിടിച്ചു വെക്കുന്നില്ല, ഞാൻ പൊസസ് ചെയ്യുന്നില്ല. കർത്താവെ, അങ്ങയോടുള്ള ഈ ഒരു ബന്ധത്തിനായിട്ട്, അങ്ങയോടുള്ള ഈ ഒരു അടുപ്പത്തിനായിട്ട് മറ്റെല്ലാം ഞാൻ വിട്ടുകളയാനായിട്ട് തയ്യാറാണ് എന്നുള്ള ഒരു തീരുമാനത്തിലൂടെയാണ് ഒരു ശിഷ്യനായിട്ട് നമ്മുടെ ക്രിസ്ത്യ ജീവിതം നമ്മൾ തുടങ്ങേണ്ടത്. അപ്പൊ നമുക്ക് ശിഷ്യത്വത്തിന്റെ പല കണ്ടീഷൻസ് നമ്മൾ പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. അപ്പനെക്കാട്ടിലും അമ്മയെക്കാട്ടിലും നമ്മുടെ ബന്ധുക്കളെക്കാട്ടിലും അധികം നമ്മൾ കർത്താവിനെ സ്നേഹിക്കണം. മത്തായി 10:37 ആണ് ആ വാക്യം. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല, എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. അപ്പൊ കർത്താവിന്റെ ശിഷ്യനായിട്ട്, കർത്താവെ, ഞാൻ എൻ്റെ ബന്ധുക്കളെക്കാൾ കൂടുതൽ അങ്ങയെ സ്നേഹിക്കും. അല്ലെങ്കിൽ നമ്മള് എൻ്റെ വസ്തുവകളേക്കാൾ, എൻ്റെ പൊസഷൻസിനേക്കാൾ, എൻ്റെ പണത്തേക്കാൾ, എൻ്റെ കാറിനേക്കാൾ, അല്ലെങ്കിൽ എൻ്റെ മറ്റെന്തിനേക്കാട്ടിലും അധികം ഞാൻ അങ്ങയെ സ്നേഹിക്കും. അത് ലൂക്കോസ് 14:33 അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. ഞാൻ ഏതെങ്കിലും ഒരു കാര്യത്തെ ഞാൻ പിടിച്ചു വെക്കുന്നു, അത് എനിക്ക് കർത്താവിനേക്കാൾ വിലയുള്ളതായി തീർന്നാൽ എനിക്ക് കർത്താവിന്റെ ശിഷ്യനായി തീരുവാനായിട്ട് കഴിയുകയില്ല. പിന്നെ ഏറ്റവും അവസാനമായിട്ട് ശിഷ്യത്വത്തിന്റെ ഒരു കണ്ടീഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? മത്തായി 16-ാം അധ്യായത്തിൽ നമുക്കറിയാം. മത്തായി 16-24, 25 വാക്യങ്ങൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തൻ്റെ ജീവൻ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും, എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. അപ്പൊ ചിലപ്പോൾ നമുക്ക് ചില സാധനങ്ങൾ, വസ്തുക്കൾ, അല്ലെങ്കിൽ ചില ബന്ധുക്കളോടൊക്കെ ഒരു നിലപാടെടുക്കാനും കുറേയും കൂടെയൊക്കെ ചിലപ്പം കഴിഞ്ഞ പലരും ഇവിടെ ഉണ്ട്. ഹിന്ദു പശ്ചാത്തലത്തിൽ നിന്ന് ഒരു നിലപാടെടുത്ത് വന്നവർ, കത്തോലിക്ക പശ്ചാത്തലത്തിൽ നിന്ന് ഒരു നിലപാടെടുത്ത് വന്നവർ, ബന്ധുക്കളോടും ഒക്കെ ധൈര്യത്തോടെ പറഞ്ഞവർ, അവരത് കഴിഞ്ഞ് പല അവസരങ്ങളിലും പണമൊക്കെ അത് നിസ്സാരവൽക്കരിച്ച്, പണം പോയാലും സാരമില്ല, ഞാൻ കർത്താവിനെ പിൻപറ്റുമെന്ന് പറഞ്ഞ ആളുകൾ. പക്ഷേ അടുത്തൊരു ലാസ്റ്റ് വന്നപ്പോ സ്വന്തം ജീവനെ കർത്താവ്, ആരെങ്കിലും എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തൻ്റെ ക്രൂശ് എടുത്ത്, തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. പലപ്പോഴും സ്വന്തം ഇഷ്ടത്തെ നിഷേധിക്കാൻ, വീട്ടില് വളരെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സഹോദരി കുടുംബത്തിനായിട്ട്, ദൈവത്തിനായിട്ട് ജോലിയൊക്കെ വിട്ടു, എല്ലാം വിട്ടു. പക്ഷേ ഭർത്താവിനോടുള്ള ബന്ധത്തിൽ അവിടെ ഒരു കാര്യത്തിൽ തൻ്റെ അഭിപ്രായം വിട്ടുകൊടുക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ അതുപോലെ ഭർത്താക്കന്മാർക്ക് അവര് വേറെ പല കാര്യങ്ങളും വിട്ടവരായിരിക്കാം. ഒത്തിരി കാര്യങ്ങൾക്ക് ബന്ധുക്കളോടൊക്കെ വളരെ കർക്കശ്യത്തോടുകൂടി നിലപാടെടുത്തു. പക്ഷേ ഇവിടെ വന്നപ്പം വീട്ടിലെ ബന്ധത്തിൽ, വീട്ടിലെ സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ സഹോദരന്മാരുടെ ബന്ധത്തിൽ സ്വന്തം അഭിപ്രായത്തെ വിട്ടുകളയാൻ, സ്വന്തം ഇഷ്ടത്തെ വിട്ടുകളയാൻ കഴിയുന്നില്ല. അപ്പൊ നമ്മുടെ ശിഷ്യത്വ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ജീവനാണ്, നമ്മുടെ സ്വന്തം താല്പര്യങ്ങളാണ്, സ്വന്തം ഇഷ്ടങ്ങളാണ്. അപ്പോൾ നമുക്കത് കുഞ്ഞുങ്ങൾക്കും ചെറുപ്പക്കാർക്കും മാത്രമല്ല, മുതിർന്നവർക്കും നമുക്കും ഈ ശിഷ്യത്വത്തിന്റെ വഴിയിൽ, ആ ഒരു ഇടുക്കമുള്ള വഴി, കർത്താവ് പറഞ്ഞല്ലോ, ഇടുക്കുവാതിലിലൂടെ അകത്ത് കിടപ്പീൻ. മത്തായി 7:13-14 വാക്യങ്ങൾ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും, അതിൽ കൂടെ കടക്കുന്നവർ അനേകരുമാകും.
ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. അപ്പോ അവിടെ ഒരു വാതിലുമുണ്ട്, ഒരു വഴിയുമുണ്ട്. അപ്പൊ വാതിലും ഇടുക്കമുള്ളതാണ്, വഴിയും ഇടുക്കമുള്ളവരാണ്. അപ്പൊ നമ്മൾ പലരും ഒരുപക്ഷെ ഇടുക്കമുള്ള ഒരു വാതിലിലൂടെ പ്രവേശിച്ചവരാണ്. എന്നാൽ പ്രിയ സഹോദരിമാരെ, നമുക്ക് മുമ്പിൽ കർത്താവിന്റെ വരവ് വരെ, നമ്മുടെ മരണം വരെ നമ്മുടെ മുമ്പിൽ ഒരു ഇടുക്ക് വഴിയുണ്ട്. ആ ഇടുക്ക് വഴിയിലൂടെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ വേണ്ട എന്ന് വെച്ച് നാം മുമ്പോട്ട് പോകുമ്പോഴാണ് ആ ദൈവിക ജീവനിൽ നമുക്ക് കൂടുതൽ കൂടുതൽ പങ്കാളികളായി തീരുവാനായിട്ട് കഴിയുക. അപ്പോ നമുക്ക് ഈ ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ഈ ഒരു വഴിയിൽ ഞാൻ ഇന്ന് വളരെ അടിസ്ഥാനമായ ചില കാര്യങ്ങൾ കുറച്ച് ദീർഘമായിട്ട് ആണ് ഇന്ന് പറഞ്ഞത്. നമുക്ക് യഥാർത്ഥത്തിൽ ഈ വലിയവനായ ദൈവം നമ്മോട് ഒരു ബന്ധം സ്ഥാപിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ ബന്ധത്തിന്റെ അടിസ്ഥാനം ഒരു പാപിയായിട്ട് നാം ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലണം. ഞാനാണ് കർത്താവെ, ഞാനാണ് ഏറ്റവും കുഴപ്പക്കാരൻ എന്നുള്ള ഒരു ബോധ്യത്തോടെ കർത്താവിന്റെ അടുക്കലേക്ക് ചെന്നാൽ, കർത്താവിന്റെ വചനത്തിലൂടെ, ദൈവത്തിന്റെ ആത്മാവിലൂടെ ആ ഒരു ബോധ്യമുണ്ടായി നമുക്ക് ദൈവത്തിന്റെ മക്കൾ ആയി തീരുവാനായിട്ട് കഴിയും. അപ്പൊ കർത്താവിന്റെ മക്കളാണെങ്കിൽ ആ മക്കൾക്ക് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ക്രമപ്പെടുത്തി ഒരു റെസ്റ്റിറ്റ്യൂഷനോടുകൂടെ ഒരു കാര്യങ്ങൾ ദൈവത്തോടും മനുഷ്യരോടും ക്രമപ്പെടുത്തി മുമ്പോട്ട് പോകുവാനായിട്ട് അവർക്കൊരു ഉത്സാഹം ഉണ്ടാവും. അതിനെ തുടർന്ന് ശിഷ്യത്വത്തിന്റെ ഒരു വഴിയിൽ നമുക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് താല്പര്യപ്പെടും. ആ ശിഷ്യത്വത്തിന്റെ വഴിയിൽ മുമ്പോട്ട് പോകുവാനുള്ള ആദ്യത്തെ ചുവടാണ് സ്നാനം. ആ സ്നാനത്തിലൂടെ ആ ശിഷ്യത്തിന്റെ വഴിയിൽ മുമ്പോട്ട് പോയി നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ നമുക്ക് നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ ത്യജിച്ച് ഈ ക്രൂശിന്റെ മാർഗത്തിൽ ജീവന്റെ വഴിയിൽ മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ.